ഭീകരമായ ഉരുൾപൊട്ടലുണ്ടായതറിഞ്ഞ് ജീവൻ രക്ഷ തേടി അവിടെ നിന്നും വീട്ടിൽ നിന്നും രക്ഷപ്പെടുമ്പോഴാണ് ഈ സെൽവൻ, ചൂരൽമല സ്വദേശിയായ സെൽവൻ അവർ ആനയുടെ മുമ്പിൽ പെടുന്നത്. എന്തായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നു? ആന ഞങ്ങൾ ഫസ്റ്റത്തെ ഈ പൊട്ടൽ കേട്ടിട്ട് ഞങ്ങളെ കുടുംബസമേതം ആ ഭാഗത്തുള്ളവരൊക്കെ ഇറങ്ങി വരികയായിരുന്നു, അംബേദ്കർ കോളനീൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ 3 ആന. ആ ആനേനെ പേടിച്ചിട്ട് ഞങ്ങൾ ഒരു 2-3 മണി വരെ ആനേനെ പിടിച്ചിട്ട് അവിടെ തന്നെ നിന്നു. പിന്നെ താഴ്ന്ന് പിന്നെ ഫോറസ്റ്റുകാർ അവരവരൊക്കെ ജീപ്പായിട്ട് വന്നിട്ടാണ് പിന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു ക്യാമ്പിൽ നിർത്തിയത്, ചൂരമല ക്യാമ്പിൽ, പള്ളി ക്യാമ്പിൽ നിർത്തിയത്. സാധാരണ ആന ഇറങ്ങുന്ന സാധാരണ ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ നിങ്ങളുടെ ബാക്കി ഫാമിലി കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ ഭാഗത്ത് ഒരു 10-20 കുടുംബമുണ്ട്. പിന്നെ അതല്ലാതെ അവിടുത്തെ ഒരു 10-32 റിസോർട്ടുണ്ട്. ഭയങ്കര ഭീഷണിയാണ്. അത് കഴിഞ്ഞ പുത്തുമല പൊട്ടിയ ടൈമിൽ 4 അവിടെ നിന്ന് നിരങ്ങി വന്നതാണ്. ഇത് ഒട്ടിച്ചമായിരിക്കും, അതിൽ സിമെൻറ്റോ കോൺക്രീറ്റോ ഒന്നുമില്ല. ശരിക്കും വെറുതെ അങ്ങനെ ഒരു ഷോയ്ക്ക് വെച്ച കോൺക്രീറ്റ് 32 റിസോർട്ടുണ്ട്. അത് ഏത് ടൈമിലും പൊട്ടിയാൽ ചൂരമല കാടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 11:30 മണിക്ക് പിന്നെ പറഞ്ഞ് ആനുണ്ട് കാട്ടിൽ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പാട്ടിൻ്റെ പിന്നെ പെരൻ്റെ അടുത്ത് എത്തിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ തന്നെ എല്ലാവരും വിളിച്ചറിയിച്ചത് ആന വന്നിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ നിൽക്കുന്ന അടിയിലാണ് ഫസ്റ്റ് ഇത് ചെറിയ മുണ്ടക്കായി പൊട്ടിന്ന് പറഞ്ഞ വിവരം കിട്ടി, ഇങ്ങനെ പൊട്ടി കിട്ടിയെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ വേജാറേ പൊട്ടിയല്ലോ എന്ന് പറഞ്ഞ്. അത് അപ്പോൾ ടൈം അപ്പോൾ 1 മണി 1:30 മണിയാണല്ലോ, 1 മണി അതിൻ്റെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ എന്താക്കി കുറച്ച് അവിടെ നിൽക്കുമ്പോൾ പിന്നെ കണ്ട് ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലില്ലാത്തൊരു സൗണ്ട്. വീടൊക്കെ പോകുമെന്ന് വിചാരിച്ച് വിമാനം താഴെ ഇറക്കിയിട്ടൊരു സൗണ്ട് ഉണ്ടല്ലോ, അങ്ങനത്തെ സൗണ്ട്. അപ്പോൾ എന്താണ് ഞങ്ങൾ ഓടി റോട്ടുമ്പത്തുണ്ട്. ഇവർ അവിടെ നിന്ന് ഓടിയായിരുന്നേ. ഇവരുന്നിട്ട് മുകളിൽ ഈ സെൽവരാജും പിന്നെ ഏട്ടനും അനിയനും പെങ്ങന്മാരും മറ്റു എല്ലാവരും ഓടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറിച്ച് എന്താ ചെയ്യേണ്ടിയെന്ന് ഒരു പുറത്തല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ അവിടെ പൊട്ടിയപ്പോൾ എല്ലാവരും ഈ പരിക്കം പായി. കാരണം അങ്ങോട്ട് ഓടണം എന്നല്ല, ഒരു പേടിച്ചിങ്ങനെ നിൽക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ജീപ്പ് താഴേക്ക് വേണം പോകുന്നത്. പിന്നെ രണ്ടാമതുണ്ട് ഒരു പൊട്ടണേ. രണ്ടാമതും പൊട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കപ്പുറത്തല്ല പേടിച്ച് വരിച്ച് ലാസ്റ്റ് എന്താക്കി ഞങ്ങൾ എന്തായാലും ശരി വന്നു കൊടുത്താൽ അപ്പം തന്നെ ജീപ്പ് വന്ന് ഞങ്ങൾ നേരെ താഴേക്ക് പിന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് അവിടെ വന്നു. ഈ ദുരന്തമുണ്ടായ അന്ന് രാത്രി ചൂരൽമലയിലെ നാട്ടുകാർ അനുഭവിച്ച ഭീകരമായ അവസ്ഥയാണ് ഈ സഹോദരങ്ങൾ നമ്മോട് വിവരിച്ചത്. ഒരു വശത്ത് ഉരുൾപൊട്ടലിൻ്റെ ഭീഷണി, അത് പേടിച്ച് പോകുന്നതിനിടെയാണ് വയനാടിൻ്റെ സ്ഥിരം ഭീഷണിയായ ആനകൾ 3 ആനകൾ ഇവർക്ക് മുമ്പിൽപ്പെട്ടത്. ആനയെ പേടിച്ച് അവർക്ക് മണിക്കൂറുകളോളം അവിടെ മാറി നിൽക്കേണ്ടി വന്നു. ഏതായാലും പിന്നീട് രക്ഷാപ്രവർത്തകരെത്തി. പിന്നീട് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവർക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇവർ ജീവനോടെ ഇരിക്കുന്നതെന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്.